അപ്പുണ്ണി ഒരു 3 വയസ്സ് വരെയും അമ്മണി ഒരു 3.25 വയസ്സ് വരെയും പാല് കുടിച്ചിട്ടുണ്ട് കേട്ടാ. പ്രസവിച്ചെടുക്കുന്ന സമയത്ത് ഒട്ടുമിക്കപ്പോഴും ഇലക്കറികൾ കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാതിരുന്ന എനിക്ക് അമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. അതിനുശേഷം ഉണ്ണികള് പാലുകൂടി നിർത്തുന്നത് വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ഒരു ഐറ്റം കൂടിയായിരുന്നു കേട്ടോ അത്. പറഞ്ഞു വരുമ്പോ നിങ്ങൾക്കൊക്കെ പിടികിട്ടിട്ടുണ്ടാവും, മുരിങ്ങയുടെ ഇലയോ അല്ലെങ്കിൽ ചീരയുടെ ഇലയോ കഞ്ഞിവെള്ളത്തിൽ താളിച്ചതാണ് കേട്ടോ. നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്ത ചുമന്നുള്ളി, അതുപോലെ ചീരയുടെ ഇലയോ മുരിങ്ങയുടെ ഇലയോ ഇതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തതോ, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഉണ്ടെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ചേർത്താൽ നമ്മുടെ മുരിങ്ങയില താളിപ്പ് റെഡിയാണ് കേട്ടോ. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചുമന്നുള്ളിയും പച്ചമുളകും നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. ഒന്ന് അതിന്റെ കളർ മാറി വരുമ്പോൾ അതിലേക്ക് ചീരയുടെ ഇല അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചീരയുടെ ഇലയും ചുമന്നുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താല് നമ്മുടെ ചീരയിലെ താളിപ്പ് റെഡിയാണ് കേട്ടോ. കഞ്ഞിവെള്ളം നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഗർഭിണികളായിട്ടുള്ളവർക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്കും ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് മുലപ്പാല് വർദ്ധിക്കാൻ നല്ലതാണ് കേട്ടോ. കൂടാതെ ഈ വേനൽക്കാലത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് ക്ഷീണം അകറ്റാനും നല്ലതാണ് കേട്ടോ.